നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്തെത്തും. രാവിലെ 10:30 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിൽ എത്തുന്ന മോദി അവിടെ നിന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്ക് പോകും. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 1:20 തമിഴ്നാട്ടിലേക്ക് യാത്ര തിരിക്കും. നാളെ ഉച്ചയ്ക്ക് 1:10 തിരുനെൽവേലിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തുന്ന മോദി വേഗാതെ തന്നെ മഹാരാഷ്ട്രയിലേക്ക് പോകും. നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്നും നാളെയും തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയും നാളെ രാവിലെ 11 മണി മുതൽ ഉച്ചവരെയുമാണ് ഗതാഗത നിയന്ത്രണം. വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാരടക്കം മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു. ഇന്നത്തെ ഗതാഗത നിയന്ത്രണം പുലർച്ചെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഗതാഗത നിയന്ത്രണമുള്ളത്. എയർപോർട്ട്, ശംഖുമുഖം, കൊച്ചുവേളി, പൗണ്ട് കടവ് വരെയുള്ള റോഡിലും ആൾസെയിൽസ്, പേട്ട, ആശാൻ സ്ക്വയർ, പാളയം, സ്റ്റാച്യു, പുളിമൂട് വരെയുള്ള റോഡിലും സെക്രട്ടേറിയറ്റിനും സെൻട്രൽ സ്റ്റേഡിയത്തിനും ചുറ്റുമുള്ള റോഡിലുമാണ് ഗതാഗത നിയന്ത്രണം ഉണ്ടാകുക. ഈ സ്ഥലങ്ങളിൽ റോഡുകൾക്ക് ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ അനുവാദമില്ല. നാളെ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് തിരുവനന്തപുരത്തെ ഗതാഗത നിയന്ത്രണം. എയർപോർട്ട്, ശംഖുമുഖം, ചാക്ക, ഇഞ്ചക്കൽ റോഡിലാണ് നിയന്ത്രണം ഉണ്ടായിരിക്കുക. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിലെ പ്രധാന റോഡുകളിലെ ഇടറോഡുകളുടെ ഇരുവശങ്ങളിലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. മുന്നറിയിപ്പ് ലംഘിച്ചു പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളെ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്യും.